ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ആൽഫ്രെഡോ പാസ്തൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കപ്പ് പാസ്ത എടുത്തിട്ടുണ്ട്, അത് വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ പാസ്ത വേവിക്കാനായിട്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 2 ടേബിൾ സ്പൂൺ ഓയിലും ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നപ്പോൾ ഇതാ പാസ്ത ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ പാസ്ത ഒരു 7 to 10 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതൊന്ന് വെന്ത് വരട്ടെ. പാസ്ത വേവാനുള്ള സമയം കൊണ്ട് തന്നെ പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് ബട്ടറിൽ സോട്ട് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ ചോപ്പ്ഡ് ഗാർലിക് ആഡ് ചെയ്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ അതിൻ്റെ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഓവർ കുക്ക് ആവേണ്ടൊന്നും ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ ഒരു സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെതാ ഞാൻ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒനിയൻ, ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ ബോയിൽഡ് സ്വീറ്റ് കോണുമാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കാം. ഞാനിത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പെപ്പർ പൗഡറൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. പാസ്ത ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഊറ്റിയെടുക്കാം. അടുത്തത് പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസ് ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് ഇതാ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് ഒഴിച്ചതിന് ശേഷം അതൊന്ന് മൈദയൊക്കെ ഒന്ന് മെൽറ്റായതിൻ്റെ ശേഷം പിന്നെ ബാക്കി ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഒഴിച്ചു കൊടുത്ത പാലൊക്കെ ഇവിടെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പെപ്പർ പൗഡറും ചില്ലി ഫ്ലേക്സും ഒറിഗാനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇതാ വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ സോട്ട് ചെയ്ത് മാറ്റി വെച്ച വെജിറ്റബിൾസും വേവിച്ച് വെച്ച പാസ്തയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ കൂടുതൽ സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ്, പെപ്പർ പൗഡറൊക്കെ കുറച്ചുകൂടിയൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചീസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. മൊസറല്ല സ്ലൈസ് ചീസൊക്കെ ആഡ് ചെയ്താൽ ടേസ്റ്റ് കൂടും. പിന്നെ എൻ്റെ കയ്യിലിപ്പോൾ അവൈലബിൾ ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാനിത് ആഡ് ചെയ്യാഞ്ഞു. അപ്പോൾ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.